പെരുമ്പാവൂർ സാൻജോ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. സംസ്കരണ കേന്ദ്രത്തിനുള്ളിൽ നിന്ന് പൊട്ടിത്തെറിയുണ്ടായി. വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്, തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ശ്രീനിത, 3 മണിയോടുകൂടിയാണ് സാൻജോ ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തുടർച്ചയായ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പിന്നീട് അത് തീപിടുത്തത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്തായാലും ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ രോഗികൾ കിടക്കുന്ന ഭാഗത്തിന് തൊട്ടു ചേർന്നാണ് മാലിന്യ സംസ്കരണ കേന്ദ്രമുള്ളത്. ഇത് ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്കരണ കേന്ദ്രം കൂടിയാണ്. ഈ തീപിടുത്തം എന്തായാലും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആശുപത്രിയും ഫയർഫോഴ്സും തമ്മിൽ ഹോട്ട്ലൈൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ എത്രയും വേഗം വിവരം അറിയിച്ച് ഫയർഫോഴ്സിന് അവിടെ എത്തി തീയണയ്ക്കാൻ സാധിച്ചു. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഈ സംസ്കരണ കേന്ദ്രത്തിനുള്ളിൽ നിന്ന് 10ഓളം പെർഫ്യൂമിന്റെ ബോട്ടിലുകളാണ് കണ്ടെത്തിയത്. ഇത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് പോലീസും ഫയർഫോഴ്സും അടക്കം കടന്നിട്ടുമുണ്ട്. ഏത് ഇതിലാണ് ഈ മാലിന്യ സംസ്കരണ ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് പെർഫ്യൂം കുപ്പികൾ എത്തിയത് എന്നുള്ളതൊക്കെയാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. ശ്രീനിത. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇത് പെരുമ്പാവൂരിലെ സാൻജോ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് ഈ അപകടമുണ്ടായത്. സംസ്കരണ കേന്ദ്രത്തിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടായി.